ഹലോ, പോലീസ് സ്റ്റേഷൻ. അല്ല, നിന്റെ അടുത്ത് എങ്ങനെയാ ഈ 10 കോടി രൂപ വന്നേ? എൻ്റെ അച്ഛൻ തന്നതാ. ഇത്രയും പണം കയ്യിലിരിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ബാങ്കിലെങ്കിലും കൊണ്ടിടായിരുന്നല്ലോ. ഇങ്ങനെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കബോർഡിലാണ് സാർ. നിങ്ങളുടെ വീടിന് മുന്നിലുള്ള CCTVയുടെ ക്യാമറ ഫുട്ടേജ് എവിടെയാ? വരൂ സാർ, കാണിക്കാം. അല്ല, ഈ മോഷണം പോയ പണത്തിന്റെ സോഴ്സ് എവിടെയാ? ഇതിനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കാ, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? പറയാം സാർ. ചേട്ടാ, അവർ ഫ്രണ്ട്സാണെന്നാ തോന്നുന്നത്. പ്രായം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ലവേഴ്സാണെന്ന് വിചാരിക്കുള്ളൂ. ആ അതെ ചേട്ടാ. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പ്രണയമാണേലും എൻ്റെ മകൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. ചേട്ടാ, ഫ്രണ്ട്ഷിപ്പാണോ പ്രേമാണെന്ന് നമുക്ക് നോക്കിയാലോ? വാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാത്രമാണ് എനിക്ക് ഇഷ്ടമെന്നല്ല അർത്ഥം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരിൽ നീയും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ സ്നേഹം നമ്മുടെ അവസാനം വരെ കൂടെ ഉണ്ടാവുമോ, അതോ ജസ്റ്റ് കാണുമ്പോൾ സങ്കടവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ തീരുമാനം അനുസരിച്ചേ ഉണ്ടാവുള്ളൂ. ഓ, നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നിന്റെ അച്ഛനെ തന്നെയാണെന്ന് എനിക്കറിയാം. യെസ്. അമ്മ എൻ്റെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞു പോയെങ്കിലും അച്ഛൻ്റെ സ്നേഹം കൊണ്ട് അമ്മ എനിക്ക് ഓരോ ദിവസവും കൂടെ ഉള്ളതുപോലെയാണ് തോന്നാറ്. അച്ഛൻ നമ്മുടെ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? മക്കളെ സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പേരൻസ് എതിര് നിൽക്കില്ല.
മോളെ എന്തു പറ്റി? അച്ഛാ, ആരെന്ന് അറിഞ്ഞൂടാ. ഒരു പീറ ചെക്കനോട് അടിയും വാങ്ങിച്ചു വന്നേക്കുന്നു. ഒരു മിനിറ്റ് മോളെ. നിന്റെ മോളെ ആരോ ഒരുത്ത രക്ഷിച്ചു കളഞ്ഞടാ. ഇല്ലെന്നുണ്ടെങ്കിലോ ഡാ, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെയും നിന്റെ മോളെയും പീസായിട്ട് വെട്ടാൻ പോകുവാണടാ. നീ ഇത്രത്തോളം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കും അറിയാവടാ. വേദനിക്കുന്നുണ്ടോ? നീ പേടിക്കാതിരിക്കേ. താങ്ക്സ് മോനെ. അയ്യോ, അതൊന്നും സാറില്ല സാർ. ചേട്ടാ ഈ ജോഡി അടിപൊളി. നമ്മുടെ വീട്ടിലെ കല്യാണ പന്തലം കിട്ടേക്കാം. അതെടാ, എന്റെ മോടെ കല്യാണം അടിച്ച് പൊളിക്കണം. താങ്ക് യു അച്ഛാ. അച്ഛാ, അച്ഛൻ ചോദിച്ച പേപ്പേഴ്സ്. മോളെ, നമ്മുടെ ലോയറിനെ ഒന്ന് വിളിച്ചു തന്നേ മോളെ. ഇതാ അച്ഛാ. വക്കീൽ സാറേ. പറയൂ സാർ. സാർ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ലേ? പക്ഷെ സാറിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല. എന്താ സാർ അങ്ങനെ പറയുന്നേ? ലാൻഡ് പേപ്പേഴ്സൊക്കെ ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ കൊടുത്തയച്ചേക്കാം. സാർ, അത് എനിക്ക് അയച്ച് ഞാൻ അവർക്ക് അയക്കുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ അയക്കാമല്ലോ സാർ. അത് ആ സദ്ദാമിൻ്റെ അടുത്തേക്ക് എൻ്റെ മകളെ അയക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ സാറിനടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. സാർ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളത് അവന്തികടെ കൊടുത്തേക്കാവോ? ഞാൻ അവിടെ ഫോണിൽ സംസാരിച്ചോളാം. താങ്ക് യു സാർ. ഇന്ന് മോളി പേപ്പേഴ്സൊക്കെ ലോയറിനെ കൊണ്ട് കൊടുക്കണം. ശരി അച്ഛാ, മോൾ വിഷമിക്കരുത്. ഞാൻ പോയിട്ട് വരട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി സാർ വന്നോണ്ടിരുന്നേ. അതിനുള്ളിൽ ചെറിയൊരു അർജന്റ് കോൾ വന്നു സാർ. ഓക്കെ, നീ അർജന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതെ സാർ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജോലി കഴിഞ്ഞിട്ട് ഞാൻ നേരെ നിങ്ങളെ കാണാൻ വരാം സാർ. ഓക്കെ ഓക്കെ, പറ്റുന്നത്ര നേരത്തെ വരാം സാർ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം അവന്തിക? എപ്പോ എന്ത് നടക്കും അറിയാതെ ആകെ ടെൻഷനിലാണ് സാർ. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാനില്ല ഇവിടെ. നീ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോയിട്ട് വേഗം വരാം. അച്ഛനൊന്നും ആവില്ല, നീ ഭയപ്പെടണ്ട. ഇവിടെ തന്നെ നിൽക്കേ. അവനെ ഹോസ്പിറ്റലിലേക്ക് അയച്ച സന്തോഷത്തിൽ. സാധനം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ബേബി.
ലാൻഡ് പേപ്പേഴ്സ് വന്നാ ഇനിയും അടിപൊളിയായിരിക്കും. ചേട്ടാ വന്നാലും വക്കീൽ സാർ ഇരിക്കേ. രാജേന്ദ്രന്റെ ലാൻഡ് പേപ്പേഴ്സാ. വക്കീൽ സാർ, ഇത്രയും നാൾ കോർട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കടന്ന് ചുറ്റി കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ക്ലയന്റ് രാജേന്ദ്രൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം എനിക്ക് ഫേവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തു പറ്റി? രാജേന്ദ്രനോട് മരണത്തിന് പോരാടുക. എനിക്ക് വേഗം പോണം. ഇത് വാങ്ങിയിട്ട പൈസ തന്നേക്ക്. ബാഗ് എടുത്തിട്ടോ. ശരിയേട്ടാ. ലോയർ, വെറുതെ ഒരു ഫോർമാലിറ്റിക്കാണെങ്കിലും പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലല്ലോ. നീ കാരണം എത്ര പേര് നശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രാജേന്ദ്രന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ നിന്നെ കൊല്ലാനുള്ള ദേഷ്യവും വരുന്നുണ്ട്. ആ സ്ഥലവും വാങ്ങിച്ച റേറ്റ് 10 കോടി. ഇപ്പൊ ഉള്ള റേറ്റ് 50 കോടി. വാങ്ങിച്ച റേറ്റിന് ചോദിച്ചപ്പോ കൊടുക്കാതെ ഇപ്പൊ ജീവിതമാ മരണമെന്നും പറഞ്ഞ് അലയുക. വെറും ഒരു പൊട്ടൻ അങ്ങേര്. ഇത് പൈസയുണ്ട്. നീ എടുത്തോണ്ട് പോയി നിന്റെ അച്ഛൻ്റെ കൊടുക്ക്. ഞാൻ ജഡ്ജിയെ പോയി കണ്ട് ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ വേഗം വരാം. ഓക്കെ, സൂക്ഷിച്ചു പോ. ഞാൻ വേഗം വരാം. എങ്ങനെയുണ്ട് സിസ്റ്റർ ഇപ്പോ? കുറച്ച് ക്രിട്ടിക്കലാണ് മാഡം. പൈസ വാങ്ങിട്ട് വന്നു വെച്ചാ? ഈ ബാഗിൽ 10 കോടി രൂപയുണ്ട് മോളെ. ഇതില് 5 കോടി രൂപ എന്നെ വളർത്തി വലുതാക്കി ഒരു പോലീസ് ഓഫീസറാക്കിയ ആ അനാഥാലയത്തിന് കൊടുത്തേക്കണം മോളെ. ബാക്കിയുള്ള 5 കോടി രൂപ നിന്റെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ ആവട്ടെ അച്ഛാ. അറിയാതെ മോളെ. അച്ഛാ, അച്ഛാ, അച്ഛാ. അപ്പൊ ഈ പണത്തെക്കുറിച്ച് നിങ്ങൾക്കും വിശ്വനാഥൻ ലോയറിന് മാത്രമേ അറിയുള്ളൂ. യെസ് സർ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ മോഷണം നിങ്ങൾ രാജമുണ്ട്രിയിലേക്ക് പോയപ്പോഴല്ല നടന്നത്. അതിനും 2 ദിവസം മുമ്പാണ് സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ രാത്രി 8 മണിക്ക്. വാട്ട്? നിങ്ങളുടെ CCTVയിലുള്ള വീഡിയോ എങ്ങനെയാണ് കാണിക്കുന്നത്? അല്ല, അന്ന് ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു?
ഞാനും ഗൗതമും 8 മണിക്ക് പുറത്തു പോയിട്ട് 11 മണിക്കാണ് തിരിച്ചു വന്നത് സർ. ആ സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. വിശ്വനാഥൻ ആളെങ്ങനെയാ? ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. വിശ്വസിക്കാവുന്ന ആളാണ്. നിങ്ങൾ ആ പണം കബോർഡിൽ വെച്ചതിന് ശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും തുറന്നു നോക്കിയായിരുന്നു? ഇല്ല സർ. CCTV ക്യാമറയിലേക്ക് ടോർച്ച് അടിച്ചിട്ട് അകത്ത് കിടന്ന് മോഷണം നടത്തിയിരിക്കുന്നുവെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ മോഷ്ടാവായിരിക്കും ചെയ്തിരിക്കുക. ഐ ആം ഷുവർ ഇതുപോലൊരു കേസ് ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട്. മോഷ്ടാവിനെ നമുക്ക് എത്ര പെട്ടെന്ന് പിടിക്കാം. ഡോണ്ട് വറി. നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കുക. നിങ്ങളുടെ അച്ഛനെ കൊന്ന സദാമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.